ഹായ് മക്കളെ, ജസ്റ്റ് എ മിനിറ്റ്. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകൾ ഏതാണെന്ന് നമുക്ക് മനസ്സിലാവും. നിങ്ങൾ എല്ലാവരും നമ്മളോട് സജസ്റ്റ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമാണ് ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ്. വാതക നിയമങ്ങളും മോൾ സങ്കല്പനം എന്ന് പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനും ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇന്നിവിടെ കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് നേരെ എന്ത് ചെയ്യാം, വീഡിയോസിലേക്ക് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ 440 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെ, അതിൽ GMM ഒക്കെ തന്നിട്ടുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് 44 എന്നൊക്കെ തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ മോൾ എന്നാണ്. മക്കളെ, നമ്മളോട് ഗ്രാമിൽ തന്നിട്ട് ശ്രദ്ധിക്കണേ, ഗ്രാമിൽ തന്നിട്ട് മോള് കാണാൻ ചോദിച്ചാൽ, ഗ്രാമിൽ തന്നിട്ട് മോള് കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്രാമിൽ തന്നിരിക്കുന്ന സാധനത്തിനെ ഈ ഒരു 44 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അഥവാ 440 ഡിവൈഡഡ് ബൈ 44 ചെയ്താൽ മതി. അതായത് ഗ്രാമിനെ ഇവിടെ തന്നിരിക്കുന്ന മോളിക്കുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും മക്കളെ? എത്ര കിട്ടും? 10 മോൾ എന്ന് ആൻസർ കിട്ടും. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് എങ്ങനെയാണെന്ന് ചെയ്യുന്നത് മനസ്സിലായല്ലോ. നമുക്ക് ഗ്രാമിൽ തന്നു, ഗ്രാമിലുള്ള സാധനം തന്നു, നമ്മളോട് മോള് കാണാൻ പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്യുക, ഗ്രാമിലുള്ള സാധനത്തിനെ മോളിക്കുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോള് കിട്ടും. സെറ്റാണോ മക്കളെ? സെറ്റാണോടാ? അപ്പൊ ഗ്രാമിൽ തന്നിരിക്കുന്ന സാധനത്തിനെ മോളിക്കുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? മോള് കിട്ടി. സെറ്റ് ആണല്ലോ മക്കളെ? ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 2 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെ, 2 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് തന്നിട്ടുണ്ട്. ഇതിന്റെ മാസ് കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. മാസ് അല്ലെ മക്കളെ? അപ്പൊ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? മോള് തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നിന്ന് എന്ത് കാണണം? മാസ് കാണണം അല്ലേ മക്കളെ? അപ്പൊ എന്ത് ചെയ്യാ, മോളിനെ എന്തുകൊണ്ട് ഗുണിക്കുക? മോളിക്കുലാർ മാസ് കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാസ് കിട്ടും. നേരത്തെ നമ്മൾ ചെയ്തതാ ഗ്രാമിനെ മോളിക്കുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോള് കിട്ടും. എന്തിനെ? ഗ്രാമിനെ മോളിക്കുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? മോള് കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നേരെ തിരിച്ചാണ്. ഈ ഒരു മോളിനെ എന്ത് ചെയ്താൽ മതി? മോളിക്കുലാർ മാസ് കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? മാസ് കിട്ടി. ഓക്കെ, നോക്കണം മക്കളെ. 2 ഇൻറ്റു അല്ലെ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്കുലാർ മാസ് അങ്ങ് പഠിച്ചു വെച്ചേക്കണം. കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് എത്ര? 44. സോ 2 ഇൻറ്റു 44 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 88 ഗ്രാം ആണ്. നമുക്ക് എന്ത് ചെയ്യാം? സോ 44 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 4 ശേ അല്ലെ. അപ്പൊ 88 ഗ്രാം ആണ് ഇതിന്റെ മാസ് ആയിട്ട് വരുന്നത്. വളരെ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. എങ്ങനെയാണ് ഇത് ഒരു സാധനത്തിൽ നിന്ന് മറ്റൊരു സാധനത്തിലേക്ക് കണക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നിങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. 4 മോൾ നോ എന്നല്ല കേട്ടോ. ഫൈൻഡ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഒന്നും നോക്കാനില്ല. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മോള് തന്നിട്ട് അതിൻ്റെ അകത്ത് മോളിക്യൂള് കാണാനാണ് ചോദിച്ചത്. അപ്പൊ എന്ത് ചെയ്യാം മക്കളെ? മോളിനെ നിങ്ങൾ എന്ത് ചെയ്യാം? 6.022 ഇൻറ്റു 10⁻23 കൊണ്ട് ജസ്റ്റ് ഒന്ന് ഗുണിച്ച് വെച്ചാൽ മതി. ഓൾറെഡി ഇവിടെ 4 മോള് തന്നിട്ടുണ്ട്. സോ 4 ഇൻറ്റു ആരെ കൊണ്ട്? മോൾ എത്രയാ? 4 മോൾ. അതിനെ നേരെ 6.022 ഇൻറ്റു 10⁻23 കൊണ്ട് ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? നമ്പർ ഓഫ് മോളിക്യൂൾസും കിട്ടി. സെറ്റാണോടാ മക്കളെ? സെറ്റാണോ? അപ്പോ ഇതെന്തെങ്കിലും ചെയ്യണോ സാറേ? ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇതങ്ങനെ തന്നെ കിട്ടിയാൽ മതി. വേറെ ഒന്നും തന്നെ ചെയ്യേണ്ട. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട. ഇതങ്ങനെ തന്നെ 4 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 എന്നങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. സെറ്റാണോ മക്കളെ? സെറ്റാണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏറ്റവും കൂടുതലായിട്ട് നമ്മളോട് ചോദിക്കാൻ ഉറപ്പായിട്ടും സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് 5 ലിറ്റർ ആൻഡ് ഇറ്റ്സ് പ്രഷർ ഈസ് 6 atm. വെൻ വോളിയം ഈസ് ചേഞ്ച്ഡ് ഇൻടു 10 ലിറ്റർ ദെൻ വാട്ട് വിൽ ബി ദ പ്രഷർ? സ്ഥിരമായ താപനിലയിൽ ഒരു വാതകത്തിന്റെ വ്യാപ്തം 5 ലിറ്ററും അതിന്റെ മർദ്ദം 6 atm ആണ്. വ്യാപ്തം 10 ലിറ്റർ ആക്കി മാറ്റുമ്പോൾ മർദ്ദം എത്രയായിരിക്കും? മക്കളെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നോക്കേണ്ടത് ഇവിടെ തന്നിരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് റൗണ്ട് ചെയ്യാം അല്ലെ. ഫസ്റ്റ് നിങ്ങൾ ഒന്ന് റൗണ്ട് ചെയ്യാം. അവിടെ നോക്കി 5 ലിറ്റർ 5 ലിറ്റർ ഇവിടെ 6 atm പിന്നെ ആരാ? 10 ലിറ്റർ പിന്നെ നമ്മളോട് പ്രഷർ ചോദിച്ചു അല്ലെ. ഇവിടെ നോക്കി നിങ്ങള് 5 ലിറ്റർ എന്ന് പറയുമ്പോ ലിറ്റർ ഏതിന്റെ യൂണിറ്റ് മക്കളെ? വോളിയത്തിന്റെ യൂണിറ്റ് അല്ലേ. സോ വോളിയത്തിന്റെ യൂണിറ്റ് അഥവാ V1 എത്ര തന്നു? V1 5 ലിറ്റർ ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ പ്രഷർ 6 atm നോക്കി നിങ്ങള്. അപ്പൊ P1 ഈസ് ഈക്വൽ ടു 6 atm. സെറ്റല്ലേ മക്കളെ? സെറ്റല്ലേ? അപ്പൊ ഇവിടെ ആരും തമ്മിലാണ് കണക്ഷൻ. നിങ്ങൾ നോക്കി, ഇവിടെ ഉള്ളൊരു വോളിയം
ഇവിടെ ഉള്ളതൊരു പ്രഷർ, ഇവിടെ ഉള്ളതൊരു വോളിയം, നമ്മളോട് കാണാൻ വന്നിരിക്കുന്ന പ്രഷർ അല്ലെ. അപ്പൊ വോളിയം പ്രഷർ എത്ര പ്രാവശ്യം വോളിയം പ്രഷർ മാറി വരുന്നുണ്ട്? 2 പ്രാവശ്യം വരുന്നുണ്ട് അല്ലെ. ഇത് അവിടെ നോക്കി നിങ്ങൾ, ഇവിടെ ഒരു വോളിയം, ഇവിടെ ഒരു പ്രഷർ, ഇവിടെ ഒരു വോളിയം, ഇവിടെ ഒരു പ്രഷർ. അപ്പൊ 2 വോളിയം ഉണ്ട്, 2 പ്രഷറും ഉണ്ട്. ആ 2 വോളിയം 2 പ്രഷറും വരുന്ന ഒരു ഇക്വേഷൻ ഏതാ നമ്മൾ പഠിച്ചിട്ടുണ്ട്? P1 V1 is equal to P2 V2. പഠിച്ചു വെച്ചേക്കണം മക്കളെ. P1 V1 is equal to P2 V2. നോക്കണം മക്കളെ. അപ്പോ V1 കിട്ടി, P1 കിട്ടി. ഇനി അടുത്ത ഏതാ ഉള്ളത്? അടുത്തത് അതാ V2 അവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 10 ലിറ്റർ. അങ്ങനെയാണെങ്കിൽ P2 നമ്മളോട് കണ്ടുപിടിക്കാനാ, പ്രഷർ കണ്ടുപിടിക്കാനാ പറഞ്ഞത്. നേരെ അങ്ങോട്ട് കൊടുക്കുക. എടാ മക്കളെ, ഫസ്റ്റ് വോളിയം V1, ഫസ്റ്റ് പ്രഷർ P1, രണ്ടാമത് കാണുന്ന ആ വോളിയം V2, അടുത്തത് P2 ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ വന്നത്. വളരെ സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആയിട്ട്, വലുതായിട്ട് ചിന്തിക്കാതെ ചെറുതായിട്ട് ചിന്തിച്ചാൽ മതി. ഇതാ പിടിച്ചോ. അപ്പൊ P1ന്റെ സ്ഥാനത്ത് എത്ര കൊടുത്തു? 6 കൊടുത്തു. V1ന്റെ സ്ഥാനത്ത് നമ്മൾ 5 കൊടുത്തു. ഈസ് ഈക്വൽ ടു P2 എത്ര മക്കളെ? P2 കണ്ടുപിടിക്കാനുണ്ട്, ഒന്നും ചെയ്യണ്ട, 10 ലിറ്റർ അല്ലെ. നേരെ ഗുണിക്കുക. 30 ഈസ് ഈക്വൽ ടു 10 × P2 അല്ലെ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 10 × P2 ആണ് കണ്ടുപിടിക്കാനുള്ളത്. P2 അവിടെ തന്നെ 10 അടിയിലേക്ക് പോരാം അല്ലെ. അപ്പൊ 30/10 ഈസ് ഈക്വൽ ടു P2 അല്ലെ. നമുക്ക് എഴുതുമ്പോൾ 30നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 കിട്ടും. സോ P2 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3 ആയിരിക്കും. സെറ്റ് അല്ലേ മക്കളെ? സോ 3 ATM എന്ന് എഴുതി കഴിഞ്ഞാൽ സെറ്റായി. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യാ? നമ്മൾ എന്താ ചെയ്തിട്ടുള്ളൂ? P1 അതേ കൊടുത്തു, 6×5 30, P2 അങ്ങനെ തന്നെ എഴുതി. P2 അവിടെ വെച്ചു. ഈ 10നെ നേരെ സമത്തിന് അപ്പുറത്തേക്ക് ഉണ്ട്. ശരിക്കും 10 ഗുണിക്കണം എന്നാണ്, അതിപ്പുറത്തെത്തുമ്പോൾ ഹരിക്കണം എന്നാവും. അപ്പൊ 30/10 നമുക്ക് എത്ര കിട്ടും? ഉത്തരം 3 കിട്ടും. സോ ആൻസർ ഈസ് 3. അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ഒരു ആശയം വന്നിട്ടുണ്ടാവും. സാറേ, ഇതൊക്കെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണല്ലോ, ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത് പറ്റാത്തത്? അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ബേസിക് ആയിട്ടുള്ള ഐഡിയാസുകൾ കൃത്യമായിട്ട് നമ്മളിലേക്ക് ഇല്ലാത്തത് കൊണ്ടാണ്. ആ ബേസിക് ആയിട്ടുള്ള ഐഡിയാസുകളൊക്കെ നിങ്ങളെ പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മൾ എജുപോർട്ടിന്റെ കെമിസ്ട്രി ടീമുണ്ട്. ഇനി വേറൊരു കാര്യം കൂടെ, എല്ലാ ചോദ്യങ്ങളും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്ക് കൂടി നിങ്ങൾക്കാണ് പറഞ്ഞു തന്നാലോ. ആ ട്രിക്കിനായിട്ട് നമ്മളെ യൂട്യൂബിൽ എന്ത് ചെയ്യുക? യൂട്യൂബിലെ ലൈവ് ക്ലാസ്സുകളൊക്കെ കാണുക. നമ്മളെ ഇൻസ്റ്റഗ്രാമിൽ അതേപോലെ തന്നെ എല്ലാ മീഡിയാസിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ക്രിസ്മസ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് കാണുക. ഇത് പഠിക്കാനുള്ള ഒരു അടിപൊളി ട്രിക്കുമായിട്ട് ഈ ഒരു ചാപ്റ്ററിലെ മുഴുവൻ പ്രോബ്ലങ്ങളും ചെയ്യാൻ നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു തന്നാലോ? എല്ലാ പ്രോബ്ലങ്ങളും ചെയ്യാൻ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തന്നാലോ? അങ്ങനെയാണെങ്കിൽ ഒരു അടിപൊളി ട്രിക്കുമായിട്ട് നമ്മൾ ലൈവിൽ വരുന്നുണ്ട്. വീണ്ടും കാണാം മക്കളെ. ഗുഡ് ബൈ.